ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. റാഷിം ഇക്ബാൽ രചിച്ച കൊച്ചി മിസ്റ്റിക എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കൊച്ചിയുടെ ചരിത്ര വസ്തുക്കളെയും ചരിത്രങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് റാഷിം ഇക്ബാൽ രചിച്ച കാൽപ്പനിക കഥയായ കൊച്ചി മിസ്റ്റിക്കയുടെ പ്രകാശന കർമ്മം നടന്നു. ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകാശന കർമ്മം നടന്നത്. ചടങ്ങിൽ കൗൺസിലർ PM ഇസ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജനാർദ്ദൻ ഷണായി സ്വാഗതം ആശംസിച്ചു. പരിപാടി മുൻ കേന്ദ്രമന്ത്രി KV തോമസ് ഉദ്ഘാടനം ചെയ്തു. കുറിച്ചൊരു പുസ്തകം അപ്പോഴാണ് എന്നോട് അബ്ദുള്ള പറഞ്ഞ പക്ഷേ പുസ്തകം റിലീസ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റാഷിം ഇക്ബാലിനോട് പറഞ്ഞ് ഒരു പുസ്തകം എനിക്കൊന്ന് കിട്ടിയാൽ കഴിക്കുന്നത്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ നേരം കൊടുക്കുമ്പോൾ കണ്ടത് റാഷിമിനെയാണ്. അതൊരു പുസ്തകം ഇത് മാസം വരണം. PF മാത്യൂസ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. മോണി തോമസ് പുസ്തകം ഏറ്റുവാങ്ങി. ജനസമ്പർക്കത്തിന്റെ ഒരു മൂല്യമാണ് ഇവിടെ കാണുന്നത്. ഇനിയൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിൻ്റെ പ്രകാശനത്തിന് വരുന്നത് വായിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ആദരാർത്ഥം ബഹുമാനാർത്ഥം ആയിരിക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. കൊച്ചി എപ്പോഴും എല്ലാവരും പറയാറുണ്ട് സംഗീതത്തിൻ്റെയും മറ്റ് കലകളുടെയും നാടകത്തിൻ്റെയും ഒക്കെ കേന്ദ്രമാണെന്ന് പറയാറുണ്ട്. സാംസ്കാരിക പ്രവർത്തകൻ റഷീദ് മട്ടാഞ്ചേരിയാണ് പുസ്തകത്തെ പരിചയപ്പെടുത്തിയത്. ഡെപ്യൂട്ടി മേയർ K ആൻസിയ, CPIM ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, MD ആന്റണി, മാധ്യമപ്രവർത്തക സ്മിത ബഷീർ എന്നിവർ സംസാരിച്ചു. റാഷിം ഇക്ബാൽ പ്രതിസ്പന്ദനം നടത്തി. മലയാളിയുമായി നമ്മുടെ പൊതുസമൂഹം മാറുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തനായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയായ നമ്മുടെ പ്രിയ സുഹൃത്ത് റാഷിം ഇക്ബാൽ ഇന്ന് ഒരു നോവൽ നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ റാഷിം ഇക്ബാൽ കൊച്ചിയുടെ സാമൂഹിക മേഖലകളിൽ അദ്ദേഹം ഒരു നിറസാന്നിധ്യമായി നിറഞ്ഞ ഒരു പൊതുപ്രവർത്തകനായി നമ്മളുടെ എല്ലാം ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെടുന്നതിന് തെളിവാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇവിടെ എത്തിച്ചേർന്നത്. നമുക്കറിയാം, വളരെ ചെറുപ്പകാലത്തിൽ തന്നെ അത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയും. പക്ഷേ ഈ നോവലിൽ അതിൻ്റെ അന്തർധാര നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൊച്ചിയുടെ ചരിത്രവുമായ ബന്ധം ഉള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ മുഖവുരയിൽ എഴുത്തുകാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. കൊച്ചിയിലെ ചരിത്രമായി എഴുതാൻ എനിക്ക് കഴിയില്ല. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.